ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷാജു ബേക്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫഡ്ജ് ബ്രൗണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ബെൽജിയം ഡാർക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് ഫ്ലോറും 1 ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാമേ. പിന്നെ നമുക്ക് 225 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും 1/2 കപ്പ് സോഫ്റ്റ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് കോക്കോ പൗഡറും 2 ടീസ്പൂൺ കോഫി പൗഡറും 130 ml ഓയിലും 2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്പാച്ചില വെച്ച് മിക്സ് ചെയ്തെടുക്കാമേ. എന്നിട്ട് മൈക്രോവേവ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഈ മിശ്രിതം ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഇതിനെ തണുക്കാനായിട്ട് നമുക്കിനി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു 4 മുട്ടയെടുത്ത് 2 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്ത് ഒരു ബീറ്റർ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഫ്ലഫി ആവുന്ന വരെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം തണുത്ത ചോക്ലേറ്റ് മിശ്രിതം ഇതിലേക്ക് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും പൊടിയും കൂടെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി എൻ്റെ ഓവൻ 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ. ഇനി ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഈ മിശ്രിതം മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ലെവൽ ചെയ്തൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു 25 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഇത് ഓവനിലേക്ക് വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഓവൻ്റെ സെറ്റപ്പ് 175 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോട്ട് ഇൻക്രീസ് ചെയ്തായിരുന്നു കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ ഇതിനെ മുറിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ അടിപൊളിയായിട്ട് ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഫഡ്ജി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണി റെസിപ്പിയാണ്. വളരെ എളുപ്പമായിരുന്നില്ലേ ഉണ്ടാക്കാൻ? നിങ്ങളിത് കണ്ടില്ലേ, എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ ഇതുവരെ ബ്രൗണി ഉണ്ടാക്കിയിട്ടില്ലാത്തവരെ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പം താങ്ക് യു, ബൈ, ഗോഡ് ബ്ലെസ് യു.